നമസ്കാരം. ദിവസേന ഒരു കോഴിമുട്ട പോലും കഴിക്കാൻ പേടിയുള്ളവരാണ് പലരും. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമെന്നും ഹാർട്ടിന് ബ്ലോക്കേജ് വരുമെന്നും അതോടെ അടിച്ചു പോവും, കാറ്റ് പോവും എന്നുള്ളതൊക്കെയാണ് പലരെയും വിശ്വാസം. അതിൻ്റെ ഇടയിലാണ് ഹാർവാർഡ് മെഡിക്കൽ സ്കൂളിൽ ഒരു റിസർച്ചർ, ഗവേഷകൻ ദിവസേന ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നുമല്ല, ദിവസേന 24 മുട്ട കഴിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചത്. ഒരു ദിവസത്തേക്കൊന്നും അല്ല കേട്ടോ, 30 ദിവസത്തേക്ക്, അതായത് ഒരു മാസം മുഴുവൻ ഓരോ ദിവസവും 24 മുട്ട വീതം കഴിച്ചാൽ എന്ത് സംഭവിക്കും, കൊളസ്ട്രോൾ ലെവലിന് എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന് അറിയാൻ താല്പര്യം. അപ്പോൾ മറ്റാരെങ്കിലും ഒരു ഗിന്നി പിഗ് ആക്കുന്നതിലും നല്ലത് സ്വന്തം ശരീരത്തിൽ തന്നെ പരീക്ഷിക്കാം എന്ന് കരുതിയായിരിക്കും ഇദ്ദേഹം ഈ പരിപാടി തുടങ്ങി വെച്ചത്. എന്തായി കാണും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? സ്വാഭാവികമായിട്ടും ഒരു മാസത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ കൊളസ്ട്രോൾ ലെവൽ ക്രമാതീതമായി കൂടിക്കാണും എന്നുള്ളതായിരിക്കും പലരും പറയുന്നത്. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. ഒരു മാസത്തിന്, ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു മാസത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറയുന്ന വസ്തു, അതായത് LDL കൊളസ്ട്രോൾ കൂടിയില്ല എന്ന് മാത്രമല്ല, കുറയുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ രീതിയിൽ കൊളസ്ട്രോൾ പ്രതികരിച്ചപ്പോൾ, ഈ രീതിയിൽ കൊളസ്ട്രോൾ കണ്ടപ്പോൾ ഇദ്ദേഹം ഇതൊരു വാർത്തയാക്കി. ഇദ്ദേഹം മാത്രമല്ല ഇത് വാർത്തയാക്കിയത്, ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറയുന്ന ആ പത്രമാധ്യമവും ഇതിനെ ഒരു വലിയ വാർത്തയാക്കി. ഒരു ഡോക്ടർ നിക്ക് നോർവിറ്റ്സ് എന്ന് പറയുന്ന വ്യക്തിയാണത്രേ ദിവസേന 24 മുട്ടകൾ വീതം ഒരു മാസം മുഴുവൻ 720 മുട്ട കഴിച്ചത്. അപ്പോൾ കണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ ഏതാണ്ട് 20% ഇദ്ദേഹത്തിൻ്റെ ചീത്ത കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ കുറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രമാണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇത് കഴിച്ചാൽ, മുട്ട കഴിച്ചാൽ എൻ്റെ കൊളസ്ട്രോൾ കൂടില്ല എന്നാണത്ര ഇദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രമാണം ഉണ്ടായിരുന്നത്. അതിനു വേണ്ടിയാണ് ഇത്രയും കലാപരിപാടികൾ ഇദ്ദേഹം ചെയ്തത്. അത് തന്നെ ശുദ്ധ മണ്ടത്തരം. കാരണം എന്താണെന്ന് വെച്ചാൽ, കൊളസ്ട്രോളിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കൊളസ്ട്രോൾ എന്ന് പറയുന്ന വസ്തു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ എല്ലാ ശരീരത്തിൽ വരുന്നത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ശരീരത്തിൽ, അതായത് രക്തത്തിൽ കാണപ്പെടുന്ന കൊളസ്ട്രോളിൻ്റെ 80%-ലധികവും നമ്മുടെ ശരീരം സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ഇതേ ചാനലിലൂടെ ഒരുപാട് തവണ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ വരുന്ന കൊളസ്ട്രോൾ നേരിട്ടല്ല വരുന്നത്, അത് തന്നെ പല രാസപ്രക്രിയകളിലൂടെയും കൊളസ്ട്രോളായി മാറുന്നു എന്ന് മാത്രം, നേരിട്ടല്ല. അപ്പൊ എന്തിനാണ് ശരീരം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന അടിസ്ഥാന ചോദ്യം അവിടെ വരുന്നു. ശരീരത്തിന് അത് അത്യാവശ്യമാണ്, അത്യന്താപേക്ഷികമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ശരീരം ഈ സാധനത്തിന് ഉൽപ്പാദിപ്പിക്കുന്നത്. അല്ലാണ്ട് ശരീരത്തിന് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല. എന്തിനാണ് അപ്പോൾ കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമായ ചോദ്യം. പക്ഷെ ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യം. ശരീരത്തിൻ്റെ ഓരോ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ രാസപ്രക്രിയകളിലും പല വസ്തുക്കളുടെ ഉൽപ്പാദനത്തിനും നിർബന്ധമായും ആവശ്യമായ ഒരു വസ്തുവാണ് കൊളസ്ട്രോൾ. അതിൽ പ്രധാനപ്പെട്ടത് ഹോർമോൺസ്. പല ഹോർമോൺസിൻ്റെ ഉൽപ്പാദനത്തിന് കൊളസ്ട്രോൾ നിർബന്ധമാണ്. ഈസ്ട്രജൻ ആയിക്കൊള്ളട്ടെ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്ററോൺ, ഏത് ഹോർമോൺ നിങ്ങൾ എടുത്താലും അതിന് അടിസ്ഥാന രാസപദാർത്ഥം, സബ്സ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു കൊളസ്ട്രോൾ തന്നെയാണ്. അതുപോലെ ഓരോ തരത്തിലുള്ള വൈറ്റമിൻസ്, വൈറ്റമിൻ ഡി തന്നെ. ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശത്തിൽ ചർമ്മം ആണ് നമ്മുടെ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഈ ചർമ്മം എങ്ങനെയാണ് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. അത് കൊളസ്ട്രോളിൽ നിന്നാണ്, ഹോർമോൺ. അപ്പോൾ കൊളസ്ട്രോൾ ശരീരത്തിന് അത്ര അത്യാവശ്യമായിട്ടുള്ളൊരു വസ്തുവാണ്. അതിനാൽ ശരീരം ഈ കൊളസ്ട്രോളിനെ എപ്പോഴും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കുന്ന പോലെ. ഗ്ലൂക്കോസ് ശരീരം എപ്പോഴും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. ഫാക്റ്റാണത്. കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമല്ല ഗ്ലൂക്കോസ് ശരീരത്തിലേക്ക് കയറുന്നത്. അതേപോലെയാണ് കൊളസ്ട്രോൾ. അപ്പോൾ ഈ കൊളസ്ട്രോൾ മുട്ട കഴിച്ചതുകൊണ്ട് കൂടും എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. എന്നാൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ ഇല്ലയോ എന്നുള്ള ഈ പരീക്ഷണം അത് ശുദ്ധ മണ്ടത്തരമാണ്. കാരണം അതിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ തെറ്റാണ്.
അതിൻ്റെ ബേസിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് തന്നെ തെറ്റാണ്. അതിനാൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് ഇത്രയും മാത്രം വാർത്താ പ്രാധാന്യം എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. എന്നിരുന്നാലും ഇത് എന്തായാലും ഇതിൻ്റെ സ്ഥിതിഗതികൾ, ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള എൻ്റെ കടമയാണ്. അതിനാണ് ഞാൻ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഡെയിലി 24 വേണ്ട, 2 മുട്ട വീതം നിങ്ങൾ കഴിച്ചാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുമോ? കൂടില്ല. അത് കാരണം മാത്രം നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടില്ല. ഇനി മുട്ട കഴിച്ചതിന് ശേഷം നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് നിങ്ങൾ കണ്ടുവെങ്കിൽ അവിടെ മുട്ടയല്ല കുറ്റം പറയേണ്ടത്. വേറെ പല ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട് ശരീരത്തിലേക്ക് കയറിയതിന് ശേഷം കൊളസ്ട്രോളിന്റെ ഉൽപ്പാദനത്തിനെ ത്വരിതപ്പെടുത്തും. അത്തരത്തിലുള്ള ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളുണ്ട്. അതിൽ പല കാർബോഹൈഡ്രേറ്റ്സും പെടും. കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മാത്രമല്ല. ഇപ്പൊ അരിഭക്ഷണം എടുക്കുക. അരിഭക്ഷണം അമിതമായി കഴിക്കുന്നവരിൽ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. LDL കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ പല ബയോകെമിക്കൽ പാത്വേസിലൂടെ കൊളസ്ട്രോളിന്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താം. മാത്രമല്ല കൊളസ്ട്രോളിന്റെ ഉൽപ്പാദനം വലിയൊരു പരിധിവരെ ജനറ്റിക്സിൽ അധിഷ്ഠിതമായിട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ശരീരത്തിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ്, മെറ്റബോളിക് ചേഞ്ചസ് ആണ് കൊളസ്ട്രോളിന്റെ ഉൽപ്പാദനത്തെ വലിയൊരു പരിധിവരെ സ്വാധീനിക്കുന്നത്. അത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമല്ല എന്ന് വിചാരിച്ച് ഭക്ഷണ ക്രമീകരണം വേണം. ഇപ്പോൾ ഷുഗറിനെ കുറിച്ച് പറയുന്ന പോലെ ഭക്ഷണ ക്രമീകരണം വേണ്ടേ? നിർബന്ധമായിട്ടും വേണം. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ നടത്തിക്കൊണ്ടുപോവുക. എന്നാൽ മുട്ട കഴിച്ചതുകൊണ്ട് കൊളസ്ട്രോൾ കൂടും എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഇത് ഒരുപാടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടാം. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. കാരണം അതിൽ ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസക്തമായ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, in lean, insulin-sensitive people who go on low-carbohydrate diets, especially ketogenic diets, it is common for LDL levels to rise as a part of the lipid triad. Lipid triad എന്ന് പറയുമ്പോൾ ഈ കൊഴുപ്പുകളുടെ ഒരു മൂവർ സംഘമുണ്ട്. ഹൈ LDL, ഹൈ HDL ആൻഡ് ലോ ട്രൈഗ്ലിസറൈഡ്സ്. എന്തൊക്കെയാണ്? ഹൈ LDL, ഹൈ HDL, ലോ ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ഇതിനാണ് ഈ ലിപ്പിഡ് ട്രയാഡ് എന്ന് പറയുന്നത്. അപ്പോൾ ദ ലിപ്പിഡ് ട്രയാഡ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ മെറ്റബോളിക് സിഗ്നേച്ചർ ഓഫ് എക്സ്ട്രീം ഷിഫ്റ്റ് ഫ്രം കാർബ് ബേണിംഗ് ടു ഫാറ്റ് ബേണിംഗ്. അപ്പോൾ കാർബ് ബേണിംഗ് ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും സുഗമമായിട്ടും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. എനർജി ഉണ്ടാക്കാൻ ഏറ്റവും പ്രധാനമായിട്ടും പെട്ടെന്ന് ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ളത് കാർബ്സ് ആണ്. അതിനുശേഷമാണ് ഫാറ്റ്സ് വരുന്നത്, അതിനു ശേഷമാണ് പ്രോട്ടീൻസ് വരുന്നത്. അത് ഓർമ്മ വയ്ക്കണം. അപ്പോൾ ഫാറ്റ് ബേണിങ്ങിൽ കാർബ്സ് ബേണിങ്ങിൽ നിന്ന് ഫാറ്റ് ബേണിങ്ങിലേക്ക് മാറുമ്പോൾ അതാണ് കീറ്റോജനിക് ഡയറ്റിൽ, കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയാറില്ല പലരും. ഈ കീറ്റോജനിക് ഡയറ്റിൽ സംഭവിക്കുന്നത് അതാണ്. കാർബോഹൈഡ്രേറ്റ് ബേൺ ചെയ്യുന്നതിന് പകരം ശരീരത്തിനെ ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട്, അതായത് ഫാറ്റ് കത്തിച്ച് കളയാനായിട്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതി. ആ ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ ഇപ്പോൾ ഈ 1 മാസത്തിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ LDL കൊളസ്ട്രോൾ കുറഞ്ഞു എന്ന് ഇദ്ദേഹം പറഞ്ഞു. ദിവസേന 24 മുട്ട കഴിച്ചതിന് ശേഷവും, അതായത് 1,33,200 മില്ലിഗ്രാം കൊളസ്ട്രോൾ ആണ് ഇദ്ദേഹം മുട്ടകളിലൂടെ അകത്താക്കിയത് എന്ന് പറയുന്നു. 720 മുട്ടകളിൽ അടങ്ങിയിട്ടുള്ള എത്രയാണ്? 1,33,200 മില്ലിഗ്രാം കൊളസ്ട്രോൾ ഇങ്ങനെ അകത്താക്കിയിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹത്തിൻ്റെ LDL കൊളസ്ട്രോൾ കുറഞ്ഞു. എനിക്കതിൽ അതിശയം പറയാനില്ല. കാരണം അവിടെയാണ് ഈ ടോട്ടൽ കൊളസ്ട്രോളും LDL കൊളസ്ട്രോൾ, HDL കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന ഓരോ തരത്തിലുള്ള വസ്തുക്കളുടെ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമത് ഈ LDL കൊളസ്ട്രോൾ എന്നുള്ള വാക്ക് തന്നെ തെറ്റാണ്. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ എന്നാണ് അതിൻ്റെ പേര്. ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ, ദേ ആർ ലൈപ്പോപ്രോട്ടീൻസ് എന്ന് വെച്ചാൽ ലിപ്പിഡും ഉണ്ട്, അതിൽ പ്രോട്ടീനും ഉണ്ട്. ലോ ഡെൻസിറ്റി ആണത് എന്ന് വെച്ചാൽ അതിൻ്റെ ഘർഷണം വളരെ കുറവാണ്. സംഗതി വീട് കിട്ടിയോ? അതിൻ്റെ കനം, സോറി ഫാദർ, അതിൻ്റെ കനം വളരെ കുറവാണ്. അത്തരത്തിലുള്ള ഒരു തന്മാത്രയാണ് ഈ LDL എന്ന് പറയുന്നത്. അതിന് ഈ LDL കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ദയവായിട്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത്. അറ്റ്ലീസ്റ്റ് ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ഈ ചാനൽ കാണുന്നവർക്കെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തത ഉണ്ടാവും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എനിക്ക് മുട്ട കഴിക്കാമോ? തീർച്ചയായിട്ടും കഴിക്കാം. ഹൈ റിസ്ക് ആയിട്ടുള്ള ചില വ്യക്തികൾ ഡോക്ടർമാരെ നിർദ്ദേശപ്രകാരം മാത്രമേ മുട്ട കഴിക്കാവൂ. അതിന് അളവുണ്ടാവും. ആ അളവിനനുസരിച്ച് നിങ്ങൾക്ക് മുട്ട കഴിക്കാം. അതിൻ്റെ പേരിൽ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടില്ല, ഓർമ്മ വയ്ക്കുക. പക്ഷെ കഴിക്കുന്നത് മിതമായ അളവിലായിരിക്കണം.
ഈ ചാനലിൽ മുട്ട കഴിക്കാമെന്ന് പറഞ്ഞു ദിവസേന 8ഉം 10ഉം 15ഉം മുട്ടയൊക്കെ കഴിച്ചിട്ട് എൻ്റെ കൊളസ്ട്രോൾ കൈവിട്ട് പോയി എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. 2 മുട്ട ഡെയിലി കഴിക്കണം. ഡെയിലി കഴിക്കാൻ ഞാൻ ആവശ്യപ്പെടില്ല, മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഡെയിലി അതിൻ്റെ ആവശ്യം വരാറില്ല, ഒന്നരാടമൊക്കെ കഴിക്കാം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇതിന് നിങ്ങൾക്ക് ഇനിയും താല്പര്യമുണ്ട്, ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. നിങ്ങളുടെ കമൻസ് ഇടാൻ മറക്കരുത്. അതുപോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അത് മറക്കണ്ട. നോട്ടിഫിക്കേഷൻ ഐക്കൺ, ആ മണിയടിക്കൻ പരിപാടി അതൊന്ന് അമർത്തുക. നമസ്കാരം.